അതോ വീണല്ലേ പറഞ്ഞത്? അമ്മ ഇന്ന് ഈ കളവ് എന്തെങ്കിലും പറയണേ ഞാൻ തിരിച്ചു പറയും. മോനെ മൂത്തോരും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോണ്ടിരുന്നാ മതി, തിരിച്ചൊന്നും പറയല്ലേ. അമ്മ മൂത്തോര് പറഞ്ഞാൽ ഞാൻ കേൾക്കും, പക്ഷെ ഈ മുതുക്ക് പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. പെണ്ണെ സൗമ്യ സുഖം തന്നെ? ഓ പെണ്ണെ സുഖം തന്നെ. ഇനിയിപ്പോ എന്റെ മെക്കിട്ട് കയറൂലേ കളവി. നിന്റെ മൂത്തമായി എന്തിനാണ് നടക്കണ് അത് പാർക്ക? ചുമ്മയടാ, മൂത്തവരടുത്താണോ നീ ഇങ്ങനെ പറയുന്നേ? അതിന് ഞാൻ എഞ്ചിനീയറിംഗ് ആയിട്ട് നിക്കുവാ. നിന്ന് കാര്യം പറയണേ, ഒരു കസാര ഇട്ടേരാ ഇരിക്കാൻ. നല്ല തമാശ. ഇവിടെ ഒരു 10 സെന്റിമീറ്റർ വാതോളം ചിരിച്ചേ. മതി വേണ്ടി മതിയുടെ ഇറക്ക. നീ ഇപ്പൊ എന്തോ നീണ? ഡിഗ്രി. അത് പട്ടിക്ക് കൊടുക്കണ സാധനമല്ലേ? അത് നിങ്ങളെ മാപ്പിളക്ക് കൊടുക്കണം പെഡിഗ്രി. ഞാൻ പഠിക്കണ ഡിഗ്രി. സപ്ലി ഒക്കെ ഉണ്ടാ? ഉണ്ടായി, നിങ്ങൾ എഴുതി തരൂ. ചുമ്മാ ചേർക്ക. പെണ്ണിന്റെ മോളിപ്പോ എന്തോന്നിയാണ്? അവള് എംടെക്കൊക്കെ പാസ്സായി, കല്യാണം കഴിപ്പിച്ചു, ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കണം. പെണ്ണെ മോക്ക് ജോലി ഉണ്ടാ? ഇല്ല, അവക്ക് ജോലിയൊന്നും ഇല്ല. കല്യാണം കഴിപ്പിച്ചു വിടാൻ ഇത്രയും പഠിപ്പിച്ചത്. കഴിപ്പിച്ച് വിട്ടെങ്കിൽ എന്ത്? അവളെ കെട്ടിയോട് നല്ല ജോലിയില്ല, അവളെ പൊന്നുപോലെയാണ് നോക്കണം. ഒന്നില്ലേലും നിന്നെ പോലെ ജോലിയൊന്നും ഇല്ലാത്തടത്തിനല്ല കെട്ടിച്ചു കൊടുത്ത, അതുകൊണ്ടൊരു സമാധാനം ഉണ്ട്. ഇത്രയും കൊല്ലം പഠിച്ചിട്ട് നിങ്ങളെ മോളെ ഒരു തൊഴിലില്ലാതെ നിങ്ങൾ കെട്ടിച്ചു വിട്ടാ നിങ്ങൾ കൂടുതൽ സംസാരിക്കല്ലേ. അല്ലേലും പെമ്പിള്ളേർക്ക് എന്തിനാടാ ജോലി? അവരൊരു പ്രായത്തൊക്കെ നമ്മളൊന്നും കെട്ടിച്ചു വിടൂലേ? അയ്യോ, അങ്ങനെ വിടാനാണെങ്കിൽ എന്തിനാ അവളെ കഷ്ടപ്പെട്ട് എംടെക് വരെ ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ചാ? അവളെ തട്ടിപ്പിക്കല് മീമുള്ളു വയ്ക്കാനാ. ആ മരുമോനെ 100 വയസ്സ്. നീ നിന്റെ മോളും കൂടി ആളെ പഠിക്കാൻ നോക്കണം. നിന്റെ മോളെ ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ? എംടെക് +2 10. തൊലി 2 വീട്ടിലോട്ട് വാ, കാണിച്ചു തരാം. ദൈവം ഉണ്ട്. ഇതായിരിക്കും ഹാപ്പി ആയിട്ട് ജീവിക്കണത്. ഇത് കെട്ടിച്ചു കൊടുത്തായിരിക്കില്ല, തലയിൽ കെട്ടി വെച്ചായിരിക്കും.